ഈ രോഗബാധിതയായതിനു ശേഷം എപ്പോഴും ആ രോഗത്തെക്കുറിച്ചും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ അവസാനമായി നമ്മൾ കാണുന്ന രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഒരാൾ നമ്മൾ മരിച്ചു പോയി കാണുമ്പോൾ ആ ആൾ മരിച്ചു കിടക്കുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ബന്ധുവാണ്. മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ അവസാനം കാണുന്നെങ്കിൽ ഇത് മനസ്സിൽ നിന്ന് മായില്ല. കാനത്തിൽ ജമീലയുടെ ചിരിച്ച് സന്തോഷമുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, ആ പ്രസന്നമതിയായ അവരുടെ മുഖം കണ്ട് മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ ഈ സഭയുടെ TV-യിൽ പ്രദർശിപ്പിക്കുന്ന അവരുടെ സ്നേഹത്തോടെയുള്ള പ്രസന്നതയുള്ള ചിരിയും ആ സന്തോഷത്തോടെയുള്ള ആ മുഖവുമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ അവസാനം ഞാൻ വിളിച്ച് ആ യാത്ര ഒഴിവാക്കി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കാനത്തിൽ ജമീല എന്ന ചിത്രം മാറിപ്പോകും. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാനത്തിൽ ജമീലയുടെ ചിരിച്ച് സന്തോഷമുള്ള, സൗമ്യതയോടെ സംസാരിക്കുന്ന, കുലീനതയോടെ ഇടപെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മുഖമാണ്. നമ്മളൊരു സൈക്കോളജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ മനസ്സിൽ എന്നും ഇനിയുള്ള കാലം, ഞാൻ ജീവിക്കുന്ന കാലം എൻ്റെ മനസ്സിൽ തെളിയുന്ന കാനത്തിൽ ജമീല ആ സ്നേഹനിധിയായ സഹോദരിയുടെ ചിരിച്ച മുഖമുള്ള കാനത്തിൽ ജമീലയായിരിക്കും.